കേരളത്തിലെ ഈ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷകർ തുടങ്ങി വെച്ചാൽ ഈ ദുരിതം അവർക്ക് ദുരിതം ഇന്ന് തുടങ്ങിയിരിക്കുന്നു. കാരണം നെല്ല് കൊയ്യാൻ തുടങ്ങി ദുരിതവും ആരംഭിച്ചു. ഇത് ഈ കുട്ടനാട്ടിലെ സംബന്ധിച്ചുള്ള ഏറെക്കാലമായി നെൽകർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. എല്ലാ കാലവും എല്ലാ വർഷവും കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരണത്തിന്റെ കാലം വരുമ്പോൾ, സമയം വരുമ്പോൾ ഇതേ രീതിയിലുള്ള സമരത്തിന്റെ വേലിയേറ്റമാണ് കുട്ടനാട്ടില് ഏറെക്കാലമായിട്ട് കാണുന്നത്. നെല്ല് വിതച്ചു കഴിഞ്ഞാൽ ഏത് കർഷകനും അറിയാം, ഏത് സാധാരണക്കാരനും അറിയാം അതെന്ന് കൊയ്യും എന്നുള്ളത്. അതെന്ന് കൊയ്യുമെന്ന് അറിയാത്തവരാരുമില്ല. ഭരണകർത്താക്കൾക്ക് അറിയാം, സാധാരണ കർഷകനും അറിയാം. പക്ഷേ നെല്ല് ഞങ്ങൾ സംഭരിച്ചോളാം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആ സംഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും നാളിതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ശരി. ഇന്ന് രാവിലെ ഈ പാടി ഓഫീസറുമായി സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ കൃഷി വകുപ്പിലെ ജില്ലാ അതോറിറ്റിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ കൈമലർത്തുകയാണ്. കാരണം ഈ ഗവൺമെന്റ് ഇതുവരെയും നെല്ല് സംഭരണത്തിന് ആവശ്യമായ ചർച്ച, നമുക്കറിയാം സപ്ലൈകോ നെല്ല് സംഭരിക്കണമെങ്കിൽ അവർ കേരളത്തിന്റെ മില്ലുകളുമായിട്ടാണ് ധാരണ. ഈ മില്ലുകളും സപ്ലൈകോയും ഗവൺമെന്റുമായിട്ടുള്ള അവിശുദ്ധ ബന്ധമാണ് ഈ കുട്ടനാട്ടിലെ നെൽകൃഷിയെ താളം തെറ്റിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് പോലും ഈ കുട്ടനാട്ടിലെ നെല്ല് സംഭരണത്തിന്റെ ഈ സമയത്ത് പോലും അവർക്ക് നെല്ല് സംഭരിക്കുന്ന മില്ലുമായിട്ടൊരു ധാരണയുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നിൽ യാതൊരു സംശയവും വേണ്ട, വലിയ അഴിമതിയുണ്ട് സുഹൃത്തുക്കളെ. ഇതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ മില്ലുകൾ തടിച്ചു കൊഴുക്കുകയാണ്. സർക്കാരിന്റെ കീഴിലുള്ള മില്ലുകളെല്ലാം ഈ കുട്ടനാട്ടിൽ അടച്ചുപൂട്ടി. ഈ നെല്ല് മുഴുവൻ സംഭരിക്കുന്നതും ആ നെല്ല് അരിയാക്കുന്നതും കാലടി കേന്ദ്രീകരിച്ചും മറ്റു ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രൈവറ്റ് മില്ലുകളാണ്. ആ മില്ലുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവിഹിതമായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ സർക്കാർ എല്ലാ വർഷവും ഈ സമയം തെരഞ്ഞെടുക്കുന്നത് ചർച്ചയ്ക്ക് വേണ്ടി. അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ചർച്ചയ്ക്ക് സമയം തെരഞ്ഞെടുക്കുന്നത്. നെല്ല് കൊയ്യുന്ന ഡേറ്റ് സഹിതം കർഷകർ